CPIM പാളയം ഏരിയ സമ്മേളനത്തിന് വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിന് കേസ്. സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പ്രകടനം നടത്തിയതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയെന്നായിരുന്നു പാളയം ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാളയം ഏരിയ സമ്മേളനം നടക്കുകയായിരുന്നു. അതേ തുടർന്ന് ഇന്നലെ അവസാന ദിവസമായിരുന്നു. അവസാന ദിവസത്തെ തുടർന്ന് ഇന്നലെ വഞ്ചിയൂര് പൊതുസമ്മേളനത്തിനായിട്ട് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്താണ്. അതായത് ഈ റോഡ് മുഴുവനായിട്ടും അടച്ചുകൊണ്ടാണ് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒരു വശത്തൂടെ മാത്രം വാഹനങ്ങളെ കടത്തിവിടേണ്ടതായിട്ട് വന്നു. ഈ വഴി കൂടെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വഴി കൂടെയും വരുന്ന വാഹനങ്ങൾ അത് രണ്ടും ഈ വഴി കൂടെ തന്നെ കടത്തിവിടേണ്ടതായിട്ടും ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാകുകയും ചെയ്തു. അതിനുശേഷമാണ് അത് വലിയ രോക്ഷം പൊതുജനങ്ങളിൽ ഉണ്ടാക്കി. ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടി അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പാളയം ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വഞ്ചിയൂർ പോലീസ് പറയുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ, അതുപോലെ തന്നെ ഒരു പ്രവർത്തനം നടത്തി എന്നുള്ള, അതുപോലെ തന്നെ അനധികൃത സംഘം ചേരൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയുന്ന 500 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് സ്റ്റേഷൻ തൊട്ട് അടുത്ത് തന്നെയുണ്ട് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. ഈ കാണുന്ന ഈ മതിലിനപ്പുറത്തുള്ളത് കോടതിയാണ്, വഞ്ചിയൂർ കോടതിയാണ്. ഈ നിയമത്തിനും അതുപോലെ തന്നെ നിയമപാലകർക്കും കൺമുന്നിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടോ കെട്ടിപ്പൊക്കിയ ഒരു സ്റ്റേജ് ആയിരുന്നില്ല. ആ സ്റ്റേജ് കെട്ടിയ നിമിഷം മുതൽ തന്നെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. ഈ ഒരു റോഡിൽ കൂടി വാഹനങ്ങളെ ഒന്നും കടത്തിവിടാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴൊന്നും പോലീസിന്റെ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടു കൂടി പൂർണ്ണമായിട്ടും ഒരു ഗതാഗത തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് വിഷയത്തിൽ പോലീസ് ഇടപെടൽ നടത്തുന്നത്. ആ സമയത്ത് പ്രവർത്തകരോട് ഈ സ്റ്റേജ് അഴിച്ചു മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടി. പക്ഷേ അതിന് പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. കൂടുതൽ അറസ്റ്റിലേക്കോ നടപടികളിലേക്കോ നീങ്ങിയാൽ അത് ഒരു സംഘർഷത്തിനും പ്രതിഷേധത്തിനും ഇടവരുത്തും എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് ഇന്നലെ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നത്. തുടർന്ന് രാത്രിയോടുകൂടിയാണ് പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് വരെ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു അനസ്ഥ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് കണ്ടാലറിയുന്ന 500 പേർക്കെതിരെ കേസെടുത്ത് നടപടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPIMന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടിയോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പാളയം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനവും അതിനുവേണ്ടി കെട്ടിയ സ്റ്റേജും അത് പൊതുജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആതിര.